ബൈസൈക്കിൾ തീവ്സ് അതൊരു നല്ല സിനിമയാണോ? ഒരു സംശയമില്ല, നല്ല സിനിമ തന്നെയാണ്. വേണമെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ സിനിമ എന്ന് തന്നെ പറയാം. അതിനു മുമ്പ് ചാപ്ലിൻ്റെ സിനിമകൾ, DW ഗ്രിഫിത്തിൻ്റെ സിനിമകൾ, ഹിച്ചികോക്കൊക്കെ അതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു സംഭവം, ഒരു നാടകീയമില്ലാതെ ആ ടൈമിൽ അമേരിക്കൻ സിനിമകളിലൊക്കെ ക്രൈമുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ കോമഡി, ഇതിലൊക്കെ കുറച്ച് ഡ്രാമ ചേർത്ത് തനി കൊമേഴ്ഷ്യൽ ഇങ്ങനെയെല്ലാം കാണിച്ചിട്ടാണ് സിനിമകൾ ഇറങ്ങുന്നത്. പക്ഷേ ഇത് സ്റ്റുഡിയോയിൽ നിന്നും പുറത്തിറങ്ങി റിയൽ ലൈഫിൽ അഭിനയം ഇതുവരെ അറിയുക പോലും ചെയ്യാത്ത ആൾക്കാരെ വെച്ച് അഭിനയിപ്പിച്ച്, റിയൽ ലൈഫിലെ സാധാരണക്കാരെ വെച്ച് അഭിനയിപ്പിച്ച്, അങ്ങനെയൊക്കെയായി ഒരു കൾട്ട് ക്ലാസിക്കായി മാറിയ സിനിമയാണ് ബൈസൈക്കിൾ തീവ്സ്. ഒരു സിനിമ ചെയ്യാൻ വലിയ കണ്ട നാടകീയ സംഭവങ്ങളോ ഒന്നും ആവശ്യമില്ലെന്ന് തെളിയിച്ച ആദ്യത്തെ സിനിമ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ബൈസൈക്കിൾ തീവ്സ്. കാരണം ജോലിക്കായിട്ട് ഒരു സൈക്കിൾ വേണം, വീട്ടിലെ ബെഡ്ഷീറ്റ് പണയം വെച്ച് കുറച്ച് പണം ഉണ്ടാക്കുന്നു, അതുകൊണ്ട് സൈക്കിൾ വാങ്ങുന്നു, ആ സൈക്കിൾ മോഷണം പോകുന്നു, ആ സൈക്കിൾ എവിടെയെന്ന് അന്വേഷിക്കുന്നു, കിട്ടാതെ വരുമ്പോൾ മറ്റൊരു ആളുടെ സൈക്കിൾ മോഷ്ടിക്കുന്നു. അപ്പോൾ ജനക്കൂട്ടം എല്ലാം അയാളെ പിടിച്ച് ആകെ നാണം കെട്ട് മകൻ്റെ കൈ പിടിച്ച് നടന്നു പോകുന്നു. ഒരു ചെറിയ കഥയാണ്. ചിലപ്പോൾ കഥ കേൾക്കുമ്പോൾ തോന്നും ഇതിന് മാത്രം എന്താ ഉള്ളത് എന്ന് തോന്നും. പക്ഷെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ആ അഭിനയവും ആ സിനിമയെ വേറെ ലെവലിൽ എത്തിച്ചു. അതുകൊണ്ട് തന്നെ ഈ സിനിമകൾക്കൊക്കെ വലിയ കണ്ട ഭയങ്കര ട്വിസ്റ്റുകൾ, ഈ പറഞ്ഞ മാതിരി നാടകീയതയോ വലിയ ഒരു കഥ ആവശ്യമില്ല എന്ന് തെളിയിച്ച ആദ്യത്തെ സിനിമ ബൈസൈക്കിൾ തീവ്സ് ആയിട്ടാണ് എൻ്റെ അഭിപ്രായം. അതിന് പ്രധാന കാരണം ഈ സിനിമയുടെ സ്ക്രിപ്റ്റും ഡയറക്ഷനും തന്നെയാണ്. കാരണം ഈ സിനിമയിലെ ആൾക്കൂട്ടം, ഒരു സമൂഹം, ഒരു മെയിൻ ക്യാരക്ടർ തന്നെയാണ്. അന്നത്തെ കാലത്ത് ബാക്കി സിനിമകളിൽ ഒരു സ്റ്റുഡിയോയിൽ കുറച്ച് ക്യാരക്ടേഴ്സിൽ ഒതുക്കി നിർത്തിയപ്പോൾ ഈ ആൻ്റോണിയോയെ വെച്ച് ഈ സമൂഹത്തിന് നടുവിലേക്ക്, സ്റ്റുഡിയോയ്ക്ക് പുറത്തേക്ക് വിറ്റാരോ DCക്ക ഇറങ്ങി വന്നു. ആ സമയത്ത് ഈ സിനിമയിലെ രണ്ടാമത്തെ ഷോട്ട് എന്ന് പറയാം. ആദ്യത്തെ ഷോട്ടിൽ ഒരാൾ ആൻ്റോണിയോയെ അന്വേഷിച്ച് വരുന്നു. അത് കഴിയുമ്പോൾ മുതൽ പിന്നെ അങ്ങോട്ട് ആൾക്കൂട്ടത്തിൻ്റെ ജാഗ്രതയാണ്. ഇയാളുടെ വീട്ടിലുള്ള സീൻ ഒഴിച്ചാൽ ബാക്കി ഫുൾ ടൈം ആൾക്കൂട്ടമാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് വർത്തമാനം പറയുന്ന ഒരു ഷോട്ടുണ്ട്. ആ ഷോട്ടിൽ ആൾക്കൂട്ടമൊക്കെ താഴെ, ഈ ആൻ്റോണിയോയും ഈ ജോലി കൊടുക്കുന്ന ആളും മുകളിലായിട്ട് നിൽക്കുന്നു. പക്ഷേ അവസാനത്തെ ഷോട്ടിൽ ആൻ്റോണിയോയും ബ്രൂണോയും ഈ ആൾക്കൂട്ടത്തിനുള്ളിൽ കാണാതാവുന്നുണ്ട്. പിന്നീട് അവിടെ ഫുൾ ആൾക്കൂട്ടമാണ്. ഈ ആൻ്റോണിയോയും ബ്രൂണോയും പ്രേക്ഷകർക്കും കാണാൻ കഴിയുന്നില്ല ആൾക്കൂട്ടത്തിന് നടുവിൽ. അതായത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ദാരിദ്ര്യപ്പെട്ട ജനങ്ങളിൽ ഈ ആൻ്റോണിയോയും ബ്രൂണോയും ഈ ആൻ്റോണിയോയുടെ ഭാര്യയും മാത്രമല്ല, ഫുൾ സമൂഹം, വേണമെങ്കിൽ ലോകം മൊത്തമോ ഇറ്റലിയോ അങ്ങനെ മൊത്തം എല്ലാവരും ആ ദാരിദ്ര്യത്തിലാണെന്ന് കാണിക്കുന്നത് മാതിരി ഉള്ള ഷോട്ടാണത്. പക്ഷെ അപ്പോഴും പ്രത്യാശയ്ക്കും മനുഷ്യത്വത്തിനും വില കൽപ്പിക്കുന്നുണ്ട് ആ സിനിമ. കാരണം ഈ ആൻ്റോണിയോ സൈക്കിൾ മോഷ്ടിച്ചു കഴിയുമ്പോൾ ആ സൈക്കിളിൻ്റെ ഉടമസ്ഥൻ ബ്രൂണോയെ നോക്കുമ്പോൾ ഒരു സിമ്പതി തോന്നിയിട്ട് പറയുന്നുണ്ട്, വിട്ടേക്ക്, എനിക്ക് പരാതിയൊന്നുമില്ല, സഹായിച്ചത് നന്ദിയെന്ന്. കാരണം അവിടെ ഒരു മനുഷ്യപ്പറ്റി കാണിച്ചു. അതിനുശേഷം വിഷമിച്ചു പോകുമ്പോൾ മകൻ ഒരു ആൻ്റോണിയോയുടെ തൊപ്പി താഴെ വീഴുന്നത് എടുത്ത് കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആൻ്റോണിയോയുടെ കൈ പിടിക്കുന്നുണ്ട്. അവിടേക്ക് ഒരു പ്രത്യാശ നമുക്ക് കാണാൻ സാധിക്കും. സോ ലോക ക്ലാസിക്കുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ട സിനിമ അത് ബൈസൈക്കിൾ തീവ്സ് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രവുമല്ല, ഒരു സിനിമയും കഥയുടെ പുറത്ത് സമീപിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ബൈസൈക്കിൾ തീവ്സ്.